ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ജോസ്. ഈ പ്രദേശത്ത് എങ്ങനെയാണ് ചേട്ടാ? ഈ പ്രദേശത്തെ താമസക്കാരനാണ്. ജനിച്ചു വളർന്നത് ഇവിടെ തന്നെയാണ്. ഇവിടെ വന്യമൃഗങ്ങളെന്ന് പറഞ്ഞാൽ വല്ല കാലത്തൊക്കെ വന്ന് ഉപദ്രവിച്ചിട്ടുണ്ട്. ഇപ്പം മലഭാഗത്തുള്ള ആൾക്കാരെല്ലാം ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട സാധനങ്ങളെല്ലാം ഇഷ്ടംമാതിരി വരുന്നുണ്ട്. ഒരു 10-35 വർഷം മുമ്പ് ചുങ്കക്കുന്ന് ടൗണിൻ്റെ അടുത്ത് വരെ കടുവ വന്നു. അതായത് ഇപ്പോൾ ഒരു ഭജനമന്ദിരം ഉണ്ട്, അതിൻ്റെ തൊട്ടപ്പുറത്ത് മുക്കടക്കാട്ടുകാരുടെ വീടെന്ന് പറയും. അവിടെ കടുവ വന്നിട്ട് ആ വീട്ടിൽ കയറി. അത് മലയിൽ നിന്ന് വാഷ് കുടിച്ചിട്ട് വന്നതാണെന്നാണ് അന്നത്തെ ഇത്. ഈ ചാരായം എടുക്കുന്ന കടുവ വാഷ് കുടിച്ചിട്ട് വന്നതാണെന്ന് പറഞ്ഞു. അതിന് ഭയങ്കര സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. അത് വന്ന വഴിക്ക് 2 പേരെ ഉപദ്രവിച്ചു. ഒരാളൊരു ചെവി വെക്കാത്ത ഒരു മനുഷ്യനിട്ട് ഇത് ഉപദ്രവിച്ചു. പിന്നെ ഒരു അമ്മച്ചിയുടെ ബ്രസ്റ്റ് വലിച്ചു കയറി. അതുകൊണ്ട് പുല്ലിയെത്തിയതാണ് പുള്ളിക്കാരൻ. പുല്ലിയെത്തി ചെന്നപ്പോൾ പുല്ലിഞ്ചോട്ടിലായിരുന്നു ഇവൻ കിടന്നത്. അവിടുന്ന് ഏറ്റു വന്നിട്ടാണ് ഒരു വീട്ടിൽ കയറിയത്. ആ കടുവേനെ ഇവിടുന്ന് ഫോറസ്റ്റിൻ്റെ ആൾക്കാരെല്ലാം കൂടെ വന്ന് ഇതിനെ വെടിവെച്ച് കൊന്നു. വെടിവെച്ചെന്ന് പറഞ്ഞാൽ അന്ന് കച്ചി മേഞ്ഞ വീടുകളായിരുന്നു. ആ വീടിൻ്റെ മേൽക്കൂര കയറി അതിൻ്റെ തട്ടിൻ്റെ മുകളിൽ കിടന്നതിനെ വെടിവെച്ച് കൊന്നു. വെടിവെച്ച് വന്നതൊക്കെ വലിയ റിസ്ക്കാണ്. ഞങ്ങളൊക്കെ ഇത് കാണാൻ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ അതിൽ ഇപ്പോൾ ഒരാൾ ഇനി ഇവിടെ ഉണ്ട്, ചുങ്കുന്നുണ്ട്. അയാളുടെ കൈയുടെ ഈ ഇത് കവിള് കടിച്ച് പല്ല് കയറി നഖം കയറിയിട്ട് കീറിപ്പോയി. ആളിപ്പോഴും ജീവനോടെ ഉണ്ട്. നമുക്ക് ഇവിടെ ചുങ്കുന്നിൽ തന്നെയുള്ള ആളാണ്. ഇതെല്ലാം നമ്മളന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഈ സംഭവം നടന്നിട്ട് ഇതൊന്ന് കാണാനോർത്ത് വന്നപ്പോൾ ഇപ്പം ഇങ്ങനെയുള്ളൊരു കഥ നമുക്കിടെ ഓർമ്മയിലുള്ളതുകൊണ്ട് അതാ ഞാൻ ചോദിച്ചേ. ഇങ്ങനത്തെ കഥകളൊക്കെ പണ്ടത്തെ ആളുകൾക്കല്ലേ അറിയത്തുള്ളൂ. പിന്നെ ഒരു ആന അടയ്ക്കാത്തോട്ടിൽ കൂടെ കയറി വന്നിട്ട് നമ്മുടെ ഈ പുയ്യമല എന്ന് പറയുന്ന ഒരു നിരപ്പ് സ്ഥലമുണ്ട്. അവിടെ വന്നിട്ട് അതിനെയും വെടിവെച്ച് കൊല്ലുകയത്. അതൊക്കെ എത്ര വർഷം മുന്നേ? ഇതൊക്കെ ഒരു ആന കയറി വന്നിട്ടൊരു 30 വർഷം 33-34 വർഷമൊക്കെ ആയിട്ട് 35 വർഷം. അതിനൊരു 5-6 വർഷം മുമ്പാണ് ഈ കടുവേനെ അതിനെ ഇവിടുന്ന് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്ത്. ഏതായാലും ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ പണ്ട് ഉണ്ടായിട്ടുണ്ടല്ലേ? ഇവിടെ ഇതിനെ ഇവിടെ വെച്ച് കൊല്ലേണ്ട. ഇപ്പോൾ ഒരു ആനേനെ കൊന്ന ചരിത്രമുണ്ട്. പിന്നെ അമ്പായത്തോട്ടിൽ ആന ഇറങ്ങി അതിനെ വെടിവെച്ച് വന്നു. അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഭാഗത്തൊന്നും ജനവാസമില്ല. പിന്നെ ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉള്ളതുകൊണ്ട് ഇതിനകത്ത് കന്നാലി വളർത്താനുള്ള നല്ല സൗകര്യം. എല്ലാവരും ഇവിടെ കന്നാലി സ്ഥാപനം ഇവിടെ വന്നതുകൊണ്ട് അവരുടെ ഇത് പ്രവർത്തനത്തിന് വേണ്ടി അവർ ആൾക്കാരുടെ സ്ഥലമെല്ലാം മേടിച്ചു. അങ്ങനെ മേടിച്ചിട്ട് ഇതെല്ലാം ഫോറസ്റ്റായിട്ട് എല്ലാ ആദായമുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ റബ്ബറൊക്കെ വെട്ടിയെടുക്കുന്നവരാണ്. അവർക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഇതിപ്പോൾ രാഷ്ട്രീയക്കാർ പറയുന്നവരും നമുക്ക് പറയാൻ അറിയത്തില്ലാത്തതുകൊണ്ടും നമുക്കിവിടെ ജീവിക്കാനുള്ള അവകാശമുള്ളതുകൊണ്ടും പൊതുശല്യമായി മാറുന്ന ഉപദ്രവകാരികളായ മൃഗങ്ങളെ ഒതുക്കാനുള്ള എന്തെങ്കിലും സംവിധാനമൊക്കെ സർക്കാരും ചെയ്യണം.